അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന പ്രധാന വാർത്ത നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. അതിൽ തന്നെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഗവർണർ അതേപടി വായിക്കാൻ തയ്യാറാകുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. മാസപ്പടി വിവാദവും ധനപ്രതിസന്ധിയുമാകും പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിലെ പ്രധാന ആയുധങ്ങൾ. നവകേരള സദസ്സിന്റെ വിജയം നൽകിയ ആത്മവിശ്വാസവുമായാണ് ഭരണപക്ഷം സഭയിലെത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാഹളമുയരാൻ നാളുകൾ മാത്രം ബാക്കി നിൽക്കെ നിയമസഭ സമ്മേളിക്കുമ്പോൾ ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലിന്റെ വീറിനും വാശിക്കും ഒട്ടും കുറവുണ്ടാകില്ല. ഈ വർഷത്തെ ആദ്യ സമ്മേളനമായതിനാൽ രാവിലെ 9-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ നയപ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ ഗവർണർ അനിശ്ചിതത്വം സൃഷ്ടിക്കാഞ്ഞത് സർക്കാരിന് ആശ്വാസമായിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങളടങ്ങിയ നയപ്രഖ്യാപനം ഗവർണർ അതേപടി വായിക്കുമോ എന്ന ആകാംക്ഷ ബാക്കിയാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ കമ്പനി രജിസ്ട്രാറുടെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ കടന്നാക്രമിച്ചുകൊണ്ടാകും പ്രതിപക്ഷത്തിന്റെ സഭയിലെ കരുനീക്കങ്ങൾ. ഒപ്പം സംസ്ഥാനത്തെ ധനപ്രതിസന്ധി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർക്കെതിരായ പോലീസ് നടപടി, ഇവയെല്ലാം പ്രതിപക്ഷം സജീവ ചർച്ചയാക്കും. പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടയിലും കേരളീയവും നവകേരള സദസ്സും ജനങ്ങൾ ഏറ്റെടുത്തു എന്നതാകും ഭരണപക്ഷ പ്രതിരോധം. ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരായ സമരം പ്രതിപക്ഷം ബഹിഷ്കരിച്ചതും സർക്കാർ രാഷ്ട്രീയ ആയുധമാക്കും. മാത്യു കുഴൽനാടിനെതിരെ ഉയർന്ന ഭൂമി കയ്യേറ്റവും ഭരണപക്ഷത്തിന് ആയുധമാകും. ഫെബ്രുവരി 5-നാണ് സംസ്ഥാന ബജറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ കഴിഞ്ഞ ബജറ്റ് പോലെ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കാൻ സാധ്യത കുറവാണ്. മാർച്ച് 27 വരെ 32 ദിവസങ്ങളിലാണ് സഭ സമ്മേളിക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.